വിളിച്ചു വരുത്തി അപമാനിക്കാൻ അല്ലെന്ന് ഇറങ്ങിപ്പോയില്ല. എനിക്ക് അവസാനം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കുട്ടി മാപ്പ് അർഹിക്കണം എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ചില കാര്യങ്ങളോട് പുച്ഛമുണ്ട്, അതാണ് എനിക്ക് ഹേർട്ട് ചെയ്തത്. ഇനി അടുത്ത പോസ്റ്റേഴ്സ് ലൈക്ക് ഹർ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പാണ്. അത് ഞാൻ ഒരുത്തനെ അയച്ച ക്ലിപ്പാണ് ഇട്ടിരിക്കുന്നത്. അവനാണ് ഈ ഡബിൾ സ്റ്റാൻഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അവനാണ് ഡബിൾ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ മറ്റേ ഡിലീറ്റ് ചെയ്ത് ഇട്ടതാണ്. അല്ല, ഇതില് താങ്കളുടെ ടൈറ്റിലാണത് ഹർ ഡബിൾ സ്റ്റാൻഡ്. അല്ല, പുള്ളി ഒരുത്തനെ അയച്ച ഡബിൾ സ്റ്റാൻഡ് പറഞ്ഞ അയച്ച വീഡിയോ ആണ്. അതേ കണ്ടപ്പോ ആ കൊച്ചിന് അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ളതായി തോന്നുന്നുണ്ടോ? അതല്ലേ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ഇന്റർവ്യൂവും കണ്ടത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, അതിൽ അവൾ പറയുന്നത് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ അവൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. മറ്റേ ആളുടെ വേറൊരാൾ ചോദിക്കുമ്പോൾ അയാൾക്കും അയാളുടെ ബസ്സുകാരൻ എന്തിനും ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അവരെ ഡബിൾ സ്റ്റാൻഡിനെ കാട്ടും അവർക്ക് ചില കാര്യങ്ങളോട് പുച്ഛമുണ്ട്, അതാണ് എനിക്ക് ഹേർട്ട് ചെയ്തത്. എനിക്ക് ഇപ്പോൾ ഈവൻ പെരേര ഇൻ്റർവ്യൂവിലെപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിലെപ്പോഴും പെരേര 22 വയസ്സായിട്ട് ഇങ്ങനെയാണോ നടക്കുന്നത്, പിന്നെ പെരേര എന്താണ് അങ്ങനെ എന്നെ ആറാട്ടെന്ന് വണ്ണക്കളിയാക്കി ആ ഒരു പുച്ഛിച്ചു. ഇപ്പോഴും PhD ചെയ്യാനാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെയല്ല ഒരു തരം പുച്ഛിക്കൽ കണ്ടപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവിൽ നമ്മളിപ്പോൾ ഞാൻ സന്തോഷ് വർക്കിന് ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് എൻ്റെതായ എന്തെങ്കിലും പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ മുൻപേ ചോദിക്കാറുണ്ട്, ഇനി അത് ചോദിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നതിൽ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ചോദിച്ചില്ല അവർ. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്റർവ്യൂവിൽ അവർ അങ്ങനെ ചോദിച്ചിട്ടായിരിക്കണം അവർ ചോദ്യം ചോദിച്ചത്. നമുക്ക് അതായത് പിന്നീടുള്ള സത്യം അറിയാതെ എന്നോട് ചോദിച്ചിട്ടില്ല. ഇന്റർവ്യൂവിൽ ആ കുട്ടി താങ്കളെ വളരെയധികം അധിക്ഷേപിച്ചു, വിളിച്ചു വരുത്തി അപമാനിക്കാൻ അല്ലെന്ന് ഇറങ്ങിപ്പോയില്ല. എനിക്ക് അവസാനം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രണയിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയമാണ് വർക്ക് ചെയ്യുന്നത്, ബ്രെയിൻ അല്ല. ആ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അവസാനം വരെ ഇരുന്നത്. ഞാൻ ഒരു സ്ത്രീപക്ഷ നിലപാട് എടുക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൽ ആ കുട്ടിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതിനൊരിക്കലും യോജിച്ച ആ കുട്ടി സംസാരിക്കും. എനിക്ക് വുമൺ സൈക്കോളജി അത്ര അറിയില്ല, അതുകൊണ്ടാണ് നിത്യമെന്ന് പറയാൻ 5-6 വർഷം നടന്നത്. പെണ്ണുങ്ങളുടെ മനസ്സിൽ എനിക്കറിയില്ല. അത് പഠിക്കണ്ടേ പെൺകുട്ടികളെ പിന്നാലേക്ക് നടക്കണമെങ്കിൽ? പിന്നാലെ നടന്നിട്ടൊന്നുമില്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഇഷ്ടമാണ്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വുമൺ സൈക്കോളജി അത്ര അറിയില്ല. ഞാൻ ചോദിക്കുന്നത് ലൈക്ക് ഒരാളെ ഇങ്ങനെ കൃത്യമായി ബ്ലെയിം ചെയ്യുന്നതിനോട് എങ്ങനെയാണ്? ബ്ലെയിം ചെയ്യല്ല. നിത്യവൻ കേസിൽ എനിക്ക് ഞാൻ എൻ്റെ കുറച്ച് കൂടിപ്പോയി എൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ കേസിൽ ഞാൻ കുറച്ചുകൂടി റിസർച്ച് നടത്തിയിട്ട് അവരുടെ നമ്പർ പേര് കാണിക്കുന്നതാണ്, കുറച്ച് എടുത്തുചാട്ടം കാണിച്ചു. അത് പാടില്ല. അത് ഫോൺ വിളിച്ചൊന്നുമില്ല, എൻ്റെ പേര് വേറെ ആളാണ്. അവർ വിളിച്ചില്ല. ആ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചപ്പോ എന്താണ് ആ സ്ഥലം ആ കുട്ടിയോട്? അല്ല, ആ കുട്ടി അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇല്ലാന്ന് പറഞ്ഞു അതോടെ കഴിഞ്ഞാണ്. അവർ നേരിട്ടുള്ള സംവാദം നടത്താൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി, ഒരു ബിസിനസ് മോട്ടീവ് ആണ്. അവരൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയ സമ്മതിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ വിളിക്കുകയാണ്, എന്നിട്ട് അങ്ങനെ ഒരു ഇഷ്യൂവിന്റെ പുറത്ത് ഞാൻ എനിക്കൊരു ഇന്റർവ്യൂ തരണം എന്ന് പറയുമ്പോൾ സന്തോഷ് വർക്ക് ചെയ്യുന്ന മനുഷ്യന് പറയാം, ആദ്യം എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കണം, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് പറയണം. അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാമല്ലോ. സെലിബ്രിറ്റീസ് പോലും ചെയ്യാറുണ്ട്. ആ ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എനിക്ക് വേണ്ടി ഇടയ്ക്ക് ഇറങ്ങി പോയായിരുന്നു. അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇറങ്ങി പോകാതെ. ഒരു ആൺകുട്ടിയാണ് പണ്ട് ഇറങ്ങി പോയിട്ട് ഒരിക്കൽ ഒരു ക്രിസ്റ്റഫർ അണ്ണൻ പറഞ്ഞ ഒരു നന്ദകുമാറിൻ്റെ ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് ഇറങ്ങി പോയതാണ്. പക്ഷേ ഇത് എനിക്ക് ഇവിടെ ബ്രെയിൻ അല്ല വർക്ക് ചെയ്തത്, ഹാർട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ, ആ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ. ആ ഇന്റർവ്യൂ എന്തായാലും ടെലികാസ്റ്റ് ആയിരുന്നില്ല, അത് അവർ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ സന്തോഷ് വർക്കിക്ക് അറിയാം ഉത്തരം നോയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു. അപ്പൊ എന്തുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യരുത്? സന്തോഷ് വർക്കിയുടെ സമ്മതം ഇല്ലെങ്കിൽ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇത്രയും ഇമോഷണലായി അല്ലെങ്കിൽ താങ്കളെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ പറയാൻ പറ്റും, എനിക്കറിയില്ല. അല്ല, അങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചില്ല. ഞാനത് വളരെ ഹെൽത്തി ഏരിയയിൽ എടുത്തിട്ട് പോയി. ഇനി ആ കുട്ടിക്ക് അവർ ഇമോഷണലി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ റിയാക്ട് ചെയ്തേന്നിരിക്കട്ടെ, ആ കുട്ടിയോട് മാപ്പ് പറയാൻ സന്തോഷ് വർക്ക് തയ്യാറാണ്. ആ കുട്ടി മാപ്പ് അർഹിക്കണം എനിക്ക് തോന്നുന്നില്ല. നിത്യമേനോട് മാപ്പ് അർഹിക്കുന്നുണ്ട്, ഞാൻ പറയണം. പക്ഷേ ഈ കുട്ടിയോട് ഞാൻ മാപ്പ് പറയില്ല. കാരണം പ്ലാൻഡ് മണപ്പൂർവ്വം ചെയ്യാം, വിളിച്ചു വരുത്ത ഒരു പ്ലാൻഡ് കാര്യം ഒരിക്കലും നമുക്ക്. ആ കുട്ടി എന്നോട് സോറി പറയുകയാണെങ്കിൽ എന്നോട് മാപ്പ് ശ്രമിക്കും.